KTM ട്രയംഫിൻ്റെ കേസിലോട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും? ട്രയംഫിലെ കേസിലോട്ട് വരുമ്പം ഹൈക്ക് എന്ന് പറയാനായിട്ടൊന്നും വന്നിട്ടില്ല. പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞിട്ടേ ഉള്ളൂ. 390 Gen 3യുടെ സെയിം എൻജിൻ വരുന്ന അതിനേക്കാളും കുറച്ചും കൂടെ ഫണ്ണായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇതൊരു ഹ്യൂജ് ഡിസ്കൗണ്ടിൽ ഇപ്പം നിലവിൽ ഇവിടെ വിൽക്കാൻ വേണ്ടി ഇച്ചിരിക്കുകയാണ്. അത് നമ്മുടെ പുതിയ ഡ്യൂക്ക് 350. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ്. എന്തായാലും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ KTMൻ്റെ ട്രയംഫിൻ്റെ ഷോറൂമിലാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് നമ്മൾ എൻ്റെ ലോഞ്ചിനൊക്കെ ട്രയംഫിൻ്റെ 350 സീരീസിലോട്ടുള്ള കൺവെർഷൻ, അതുപോലെ തന്നെ KTMൻ്റെ ഒക്കെ വരുന്നതേ ഉള്ളൂ, അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ പുതിയ പ്രൈസ് എങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും. അതായത് ഇപ്പം ആ ഒരു 40% GSTയുടെ ഒരു പ്രൈസ് ഹൈക്ക് തടയാൻ വേണ്ടിയിട്ട് ട്രയംഫിൻ്റെ വണ്ടികളുടെ CC ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടുണ്ട്. CC അല്ല, സ്ട്രോക്ക് കുറച്ച് ആ ഒരു 350 CCക്ക് താഴെയോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, 349. അപ്പോൾ എന്തായാലും പ്രൈസിനകത്ത് നല്ല ഡിഫറൻസ് എന്തായാലും വരും. അപ്പോൾ അത് എത്രത്തോളം ആയിരിക്കും സ്പീഡിനും സ്ക്രാമ്പിളറിനൊക്കെ എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ KTMൻ്റെ പുതിയ കുറച്ച് അപ്ഡേറ്റ് വരാനുണ്ട്. അത് ഞാൻ ഇവിടെ വണ്ടികളുണ്ട്, അത് കാണിച്ചു തരാം. അത് വേണ്ടിയിട്ട് മെയിനായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് ഈ വണ്ടികളുടെയൊക്കെ പ്രൈസ് ലിസ്റ്റ് നമുക്ക് നോക്കാം. എല്ലാ മോഡൽസും നിലവിലിരിപ്പുണ്ട്. നമ്മുടെ IDV, അതുപോലെ തന്നെ ഡ്യൂക്ക് 160, അതുപോലെ തന്നെ എൻഡ്യൂറോ 6 ഇരിപ്പുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പം ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, അത്യാവശ്യം നല്ല ഹൈറ്റാണ് വണ്ടിക്ക്. നമ്മുടെ എൻഡ്യൂറോ 6ൻ്റെ സെയിം സസ്പെൻഷൻ കൊടുത്തേക്കുന്ന ADV 390 ആണ്. പിന്നെ ട്രയംഫിൻ്റെ ലാസ്റ്റ് ഷോറൂമിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സ്പീഡ് 400, ദ റിയൽ 400 CC ആണ്. അതുപോലെ തന്നെ ട്രക്സ്റ്റൺ എല്ലാ മോഡൽസിൻ്റെയും പ്രൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാം. നമ്മുടെ സ്ഥിരം പേര് പറഞ്ഞ ബ്രോ നിഖിൽ പേര് പറയണ്ട, നമ്മുടെ നിഖിൽ ബ്രോ നമ്മൾ ഈ വണ്ടികളുടെ പ്രൈസ് പറയാനായിട്ട് സഹായിക്കും. അപ്പം ബ്രോ, എങ്ങനെയുണ്ട് ഇപ്പം നിലവിൽ ഈ ഒരു പ്രൈസ് ലിസ്റ്റിൻ്റെ ആ ഒരു അപ്ഡേഷൻ? വണ്ടിക്ക് കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു ഹൈക്ക് വന്നിട്ടുള്ളൂ, അല്ലാണ്ട് ഓവർ പ്രൈസ്ഡ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് ഈ ഇപ്പം KTMൻ്റെ ട്രയംഫിൻ്റെ കേസിലോട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും? ട്രയംഫിലെ കേസിലോട്ട് വരുമ്പം ഹൈക്ക് എന്ന് പറയാനായിട്ടൊന്നും വന്നിട്ടില്ല. പ്രൈസ് കുറഞ്ഞിട്ടേ ഉള്ളൂ. കാരണം ഇപ്പം നമുക്ക് 400 CC ഡയറക്റ്റ് 350 കൺവേർഷൻ ആയിട്ടുണ്ട്. അപ്പം റീസണബിൾ റേറ്റ് ആണ്, വേറെ ഹൈക്കും കാര്യങ്ങളായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആ പുതിയ പ്രൈസ് അറിയാൻ വേണ്ടി ആൾക്കാർക്ക് നല്ല ആകാംക്ഷയിലാണ്. അപ്പം നമുക്ക് നേരെ സത്യം പറയുന്നത് അത് 350 ഏതാ 400 ആണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് വണ്ടികൾ ഇരിക്കുന്നത്. കാര്യം 350-ക്കകത്തും 400 തന്നെയാണ് ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം, അത് കണ്ടുപിടിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. പുതിയ 350-ക്കകത്ത് ഇമ്മൊബിലൈസർ ഇല്ല. ഈ കാണുന്ന ഒരു മണിയുടെ ഒരു സിമ്പിളുണ്ട്, ആ സംഭവം ഇല്ല. പുതിയ അപ്ഡേറ്റഡ് സ്പീഡ് 400 പുതിയ വണ്ടികളുടെയൊക്കെ പ്രൈസ് ലിസ്റ്റ് പറ. നമുക്ക് T4 വരുമ്പോഴത്തേക്കും എക്സ്ഷോറൂം 195 700 ഉണ്ട്. എത്ര രൂപ ഡിഫറൻസ് വന്നിട്ടുണ്ട്? ഒരു 4000 രൂപ ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എക്സ്ഷോറൂം പ്രൈസ് കുറഞ്ഞിട്ടുണ്ടല്ലേ? കുറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് 350 ആക്കിയില്ലായിരുന്നെങ്കിൽ കൂടിയാനല്ലേ? ഏകദേശം GSTയുടെ ഒരു 210 ഹൈക്കുണ്ടായേനെ, 210-15 ആയേനെ. അപ്പോൾ അതുപോലെ തന്നെ ഇനി EMIയുടെ കാര്യങ്ങളൊന്നും നമ്മൾ മെയിനായിട്ട് പറയുന്നില്ല. ഇവിടെ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻസ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. മിനിമം ഒരു ഡൗൺ പേയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 50 വേണ്ടല്ലേ? ഇപ്പം എത്ര 20-25 റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമല്ലേ? സിബിൽ സ്കോർ ഡിപ്പെൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് ഡൗൺ പേയ്മെന്റ് ആണ്, അത് ചിലപ്പോൾ അതിലും കുറേ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളൊരു എമൗണ്ട് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അത് റെഡി ആയില്ലെങ്കിൽ പിന്നെ അത് ചെറിയൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് പറയുന്നില്ല. ഒരു 50 രൂപയ്ക്ക് താഴെയൊക്കെ ഉണ്ടെങ്കിൽ, 25 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് T4 ഇറക്കാൻ സാധിക്കും. ട്രയംഫിൻ്റെ ഇപ്പം മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള വില കുറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. 350 കൺവേർഷൻ നടന്നിട്ട് ഇത് ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ പോയിട്ട് ഓടിച്ച് നോക്കിയില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ ആ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട് 350 മാറിയപ്പോൾ എന്നുള്ള കാര്യം. പിന്നെ നമ്മുടെ സ്പീഡ് 400 സെയിം ആ ഒരു 349 CC കൺവേർഷൻ. വേറെ എഞ്ചിൻ CC മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ അല്ലാണ്ട് ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയൊരു മൈനർ ഡിഫറൻസ് അതേ ഉള്ളൂ. അതിൻ്റെ എക്സ്ഷോറൂം വരുമ്പോഴത്തേക്ക് 232 604 എക്സ്ഷോറൂം വരും. എത്ര രൂപ ഡിഫറൻസ് വന്നിട്ടുണ്ട് മറ്റേ 400 ആയിട്ട്? ഏകദേശം 6000 ആ ഒരു റേഞ്ചിനടുത്ത് കുറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പം 6000 രൂപ അടുത്ത് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇപ്പോൾ ആ ഒരു CC സെയിം ആയിട്ട് വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ റേറ്റ് കൂടിയാനെ, ഒരു 30 രൂപ 20 റേറ്റ് കൂടിയാനെ. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് വാല്യൂ ഫോർ മണി ആയിട്ട് പറയാൻ പറ്റില്ല. ട്രയംഫ് ഇത് അവർ ഇറക്കിയത് തന്നെ ഏറ്റവും വില കുറച്ചുള്ള ഒരു ട്രയംഫ് എന്നുള്ള രീതിയിലാണ്, അഫോർഡബിൾ ആയിട്ടുള്ള. ഇപ്പോൾ റേറ്റ് റോഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഈ ഒരു വണ്ടി അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ വില പിടിച്ച് ഒരുപാട് നോക്കി. പക്ഷേ ഇനി CC കുറച്ചാലേ നമുക്ക് ആ ഒരു വില ഇനി കമ്പനിക്ക് ലാഭ പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ.
അപ്പം വലിയ പെർഫോമൻസിലൊന്നും വലിയ മാരക ഡിഫറൻസ് ഒന്നും ഇല്ല. കുറച്ചുകൂടെ ഉപകാരപ്രദമാകുന്ന ഡിഫറൻസ് മാത്രമാണ് വണ്ടിയിൽ വന്നത്. കുറച്ചുകൂടെ റിഫൈൻഡായി, കുറച്ചുകൂടെ ഫ്യൂവൽ എഫിഷ്യൻ്റായി, ഹീറ്റിംഗ് ഒക്കെ കുറഞ്ഞ്, വൈബ്രേഷനൊക്കെ കുറഞ്ഞ് എന്നുള്ള കാര്യം അതുള്ളൂ. അത് വലിയ രീതിയിൽ ട്രാക്കിലൊക്കെ ഓടിക്കുമ്പോഴേ ആ പവർ ഡിഫറൻസ് അറിയത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അതെ സ്ക്ലാംബറിൻ്റെ ഒക്കെ റേറ്റ് എക്സിക്കും ഒക്കെ എങ്ങനെ എക്സ് വരുമ്പോഴത്തേക്കും 259,955 എക്സ്ഷോറൂം പ്രൈസ് വരും. എത്ര ഡിഫറൻസ് വന്നിട്ടുണ്ട്? അതും ഏകദേശം 6,000 രൂപയുടെ ഡിഫറൻസ് കുറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ. അതുപോലെ തന്നെ എക്സിയുടെ കാര്യം എക്സി വരുമ്പോഴത്തേക്കും ഒന്ന് പൗസ് ചെയ്യാം. ബ്രോ എക്സി വരുമ്പോഴത്തേക്കും നമുക്ക് 290,153 എക്സ്ഷോറൂം പ്രൈസ് വരും. അതും കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ കാട്ടി ഒരു 7,000 രൂപയോളം 6-7 രൂപയൊക്കെ അടുത്ത് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രക്സ്റ്റർക്ക് ഇരിപ്പുണ്ട്. ട്രക്ഷൻ ഇപ്പം നിലവിൽ ആ ഒരു 400cc തന്നെ സെയിം അതേ ഒരു സ്റ്റോക്ക് ഒരു ഓൾഡ് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് വന്ന ഓൾഡ് സ്റ്റോക്കല്ല, ഈ വർഷം തന്നെ ഉള്ള വണ്ടിയാണ്. ഇത് വന്ന് മേടിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്വന്തമാക്കാൻ സാധിക്കും. വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ആ ഒരു എക്സാക്ട് 400cc വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. വലിയ പവറിലൊന്നും ഓടിക്കുന്ന സമയത്ത് നമുക്ക് വലിയ ഡിഫറൻസ് എടുത്തൊന്നും അറിയത്തൊന്നുമില്ല. ആദ്യമായിട്ട് ഈ ഒരു വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ഒരു പവർ ഡ്രോപ്പ് പോലെ ഫീൽ ചെയ്യത്തില്ല ബ്രോ. അത് നേരത്തെ 400cc ഓടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ചെറിയൊരു സ്മൂത്ത്നെസ് ഒക്കെ പോലെ ഫീൽ ചെയ്യും. അതേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ നമ്മൾ ഓൾറെഡി ബില്ലായി. പിന്നെ KTM നമുക്ക് ട്രൈംഫിന് പുതിയൊരു മോഡലും കൂടി വരുന്നുണ്ട്. ട്രാക്കർ എന്നാണോ എൻ്റെ പേര്. ട്രാക്കനാ നമുക്ക് കറന്റ് ഇരിപ്പില്ല. നമുക്ക് ഉടനെ തന്നെ വരും. ഷോറൂമിൽ അവൈലബിൾ ആയി തുടങ്ങും. അതൊരു ഫ്ലാറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ അത് ഉടൻ തന്നെ 246 എന്തോ 246,900 അത് എക്സ്ഷോറൂം പ്രൈസ് വരും. ഓൺ റോഡൊക്കെ കറക്റ്റായിട്ട് അത് വണ്ടി ബില്ലൊക്കെ ആയാലും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ KTMൻ്റെ സെഗ്മെൻറ്റിലോട്ട് വരാം. KTMൻ്റെ മോഡൽസ് എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 200ഉം പിന്നെ 250 അഡ്വഞ്ചർ വെച്ച് ബാക്കി ഇപ്പോഴത്തെ പുതിയ അഡ്വഞ്ചർ ഇരിപ്പുണ്ട് 6. ഇതെങ്ങനെയുണ്ട്? ഇവിടെ ഇങ്ങനെ മൂവിങ് ഉണ്ടോ? എൻക്വയറി ഉണ്ട് ബ്രോ. പക്ഷേ അത്ര 6 എന്നൊക്കെ പറയുമ്പം അത്ര എന്തൂസിയാസ്റ്റിക് അത് ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർ വന്നെടുക്കത്തുള്ളൂ. അതെ. അത് മാത്രം ഡെയിലി യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റ് ആണ്. ഇത് ആന ആട്ടുംകുട്ടിയും പോലാണ്. ഡ്യൂക്ക് 250 ഇതിന് 860mm സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. മറ്റേനൊക്കെ 830, 825mm സീറ്റ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ നല്ല സീറ്റ് ഹൈറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ട്യൂബാണ് വരുന്നില്ലേ. അപ്പം ഇത് പ്രീമിയം കാറ്റഗറി പെടുന്ന 6 ആണോ അതോ S ആണോ? എസ്സിലാ പ്രീമിയം വരുന്നത്. ട്യൂബ്ലെസ് സ്പോക്കാ വരുന്നില്ലേ. ഓക്കെ, അതാണ് ട്യൂബ് സ്പോക്ക് വരും. നമ്മുടെ എൻഡ്യൂറോ എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു ADV വെർഷൻ. നമുക്ക് ഇതിൻ്റെ എക്സ്ഷോറൂം വരുമ്പോഴത്തേക്കും 379,800 ആ റേഞ്ച് എക്സ്ഷോറൂം വരുന്നുണ്ട്. ഒരു മിനിമം എത്ര ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? നമുക്ക് ഇതിന് വരുമ്പോഴത്തേക്കും ഒരു 1 lakhിനടുത്ത് ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും. കാരണം അത് വണ്ടിയുടെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഓൺ റോഡ് വരുമ്പോഴത്തേക്കും അത്യാവശ്യം വരും ഉണ്ടാവും. അതുപോലെ തന്നെ ഡ്യൂക്ക് 250 പുതിയ കളർ വേരിയൻറ്റ് ഡ്യൂക്ക് 250 ബാക്ക് ടു ഓറഞ്ച് കളറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്പം എത്ര ഉണ്ട്? 250 എക്സ്ഷോറൂം വരുമ്പോഴേക്കും 222 എക്സ്ഷോറൂം വരുന്നുണ്ട്. 222 എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡ് വരുമ്പോൾ ഒരു 3 ലക്ഷത്തിനടുത്ത്. 3 പോത്തില്ല, അതിന് താഴെ വരത്തുള്ളൂ. മറ്റേ GSTയുടെ നിയമം ഇപ്പോൾ വന്ന് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഡ്യൂക്ക് 250. പിന്നെ അതിന് 160 ഇരിപ്പുണ്ട്, ഇതിലൊക്കെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഇത് പ്രോ വേരിയന്റ് വരുമ്പോഴത്തേക്കും 183 600 രൂപ എക്സ്ഷോറൂം പ്രൈസ് വരും. TFT വരുന്നതില്ലേ, TFT വേരിയന്റ് വരുന്നത്. അതുപോലെ തന്നെ അതെ അഡ്വഞ്ചർ 390 ഇതിനും ഇതുമായിട്ട് എത്ര ഡിഫറൻസ് ഉണ്ട്? ഒരു ഏകദേശം 16 രൂപ 20 രൂപയ്ക്ക് അടുത്ത് ഡിഫറൻസ് വരും. എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് ഈ വണ്ടി ഒന്നെങ്കിൽ എടുത്തിട്ട് ട്യൂബ്ലെസ് ഇതിൻ്റെ സസ്പെൻഷൻ കയറ്റുക, അല്ലെങ്കിൽ ഈ വണ്ടി എടുത്തിട്ട് ഇതിൻ്റെ ടയർ കയറ്റുക. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം നമുക്ക് മാറി കിട്ടും, വലിയൊരു പ്രശ്നം മാറി കിട്ടും. അതുപോലെ തന്നെ ഒരു വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്, നമ്മളുടെ ഹസ്ക്വർണ 401, നമ്മുടെ ഡ്യൂക്ക് 390 Gen 3യുടെ സെയിം എൻജിൻ വരുന്ന, അതിനേക്കാളും കുറച്ചും കൂടെ ഫണ്ണായിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ഇതൊരു ഹ്യൂജ് ഡിസ്കൗണ്ടിൽ ഇപ്പം നിലവിൽ ഇവിടെ വിൽക്കാൻ വേണ്ടി ഇച്ചിരിക്കുകയാണ്. അത് എത്ര രൂപയാണ് ഡിസ്കൗണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഖിലിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. നിഖിൽ ബ്രോ, എങ്ങനെയാണ് ഇതിൻ്റെ ഇത്രയും വില കുറച്ച് ഈ വണ്ടി കൊടുക്കാനായിട്ട്? എടുക്കുന്നവർ എന്തായാലും ലക്കായിരിക്കും. ബ്രാൻഡ് ന്യൂ ബൈക്ക് ഏകദേശം വലിയൊരു ഡിസ്കൗണ്ടിലാണ് കൊടുക്കാൻ പോകുന്നത്. ബ്രോ നമുക്കിത് ഓൺ റോഡ് വരുമ്പോഴേക്കും 427 ഓൺ റോഡ് വരുന്നത്. നമുക്ക് അതിൽ നിന്ന് ഒരു 60,000 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ഒറ്റയടിക്ക് 60,000 ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ആവശ്യമുള്ളവർ ഇവിടെ വന്നിട്ട്, പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല, വണ്ടി നീറ്റാണ്, പുതിയ വണ്ടി, നീറ്റ് വണ്ടിയാണ്. സർവീസും വാറണ്ടിയും എല്ലാം പ്രൊവൈഡ്, ഇവിടെ വാറണ്ടിയും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ഉണ്ടാവും. അപ്പോൾ ഈ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഈ ഡിസ്കൗണ്ട് എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുന്ന
എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ബ്രോ ഒരു കാര്യം ചോദിച്ചിട്ടെ, ഇതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് റീൽ നമ്മുടെ പേജിൽ വരുന്നതായിരിക്കും. പിന്നെ ഇപ്പം നമ്മുടെ 350 സീരീസിൽ നമ്മുടെ ട്രയംഫിന് ഇത്രയും കൺവേർഷൻ വന്നു. നമ്മുടെ ഡ്യൂക്കിന് ഇനി KTM ഇനി എപ്പോഴാണ്? ഇവിടെ ഒരു വണ്ടി, പുതിയൊരു വണ്ടി ഇരിപ്പുണ്ടല്ലോ. അത് സമയമാകുമ്പം എല്ലാവരെയും അറിയുന്നതായിരിക്കും. ഈ മാസം അവസാനം ഉണ്ടാവുമെന്നാണ് ട്രയംഫിൻ്റെ ലോഞ്ചിന് പോയപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പം നമുക്ക് നമ്മുടെ പുതിയ ഡ്യൂക്ക് 350 നിലവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ 390 നിർത്തുമോ? നിലവിലുള്ള ചാൻസസ് കുറവാണ്. 390 എൻ്റെ ഒരു ഒക്കെ കിട്ടിയൊരു ഐഡിയ വെച്ചിട്ട് 350 390 പാരലായിട്ട് പോകുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതാണ് നമ്മൾ ആരാധകർ കാത്തിരുന്ന ഒരു നിമിഷം. കൺഫേം അല്ല, എന്നാലും ലോഞ്ച് ആകുമ്പോഴേ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഒരു അസംഷൻ മാത്രമാണ് പറയുന്നത്. എന്നാൽ എനിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 350 വന്നു കഴിഞ്ഞാൽ വലിയൊരു ഡിഫറൻസ് വരത്തില്ല. ഒരു 40 കുറച്ച് നല്ല രീതിയിൽ ഡിഫറൻസ് വരും. കാരണം 350 താഴോട്ട് വരുമ്പോഴത്തേക്കും GST എന്തായാലും മാറും. അപ്പോൾ ഓഫ്കോഴ്സ് ഒരു ഡിഫറൻസ് ഉണ്ടാവും. റേറ്റ് കുറഞ്ഞ് കിട്ടും എന്തായാലും. ഡ്യൂക്ക് 200 ഓൺ റോഡ് പ്രൈസ് ഇപ്പം എത്ര ഉണ്ട്? അതൊക്കെ നമ്മൾ അന്ന് പറഞ്ഞ സെയിം അല്ലേ? ഏകദേശം സെയിം ഓൺ റോഡ് പ്രൈസ് ഒക്കെ തന്നെയാണ്. വണ്ടിക്ക് കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പം ഫോർക്ക് കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് 143 137 ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പം നമുക്ക് മറ്റേ ഈ 250 വരുന്ന Gen 3 250 വരുന്ന സെയിം അലോവീൽസ് ആണ്. പിന്നെ അതുപോലെ ഇപ്പം അഡീഷണലി നമുക്ക് ചാർജിങ് പോർട്ട്. ഷോറൂം പ്രൈസ് എത്ര വരും അതിന്? 200 Pro വരുമ്പോഴത്തേക്ക് നമുക്ക് 199 300 വരും. അപ്പം വലിയ ഡിഫറൻസ് ഇല്ല. പക്ഷേ ഒരു കുറച്ചും കൂടെ എക്കണോമി ആഗ്രഹിക്കും. 200 അതേ ഒരു സ്വഭാവത്തിൽ കുറച്ചുകൂടെ എക്കണോമി വേണ്ടവർക്ക് 160 എടുക്കാം. എന്നാൽ പ്യൂർ പെർഫോമൻസ് ആണ് അവർ സെഗ്മെൻറ്റിൽ നോക്കുന്നതെന്നുണ്ടെങ്കിൽ 200 നോക്കാം. ഇപ്പോൾ 200 നേരത്തെ കുറച്ചും കൂടി ഈസി ടു ഹാൻഡ്ലിംഗ് ആണ്. പക്ക KTMന്റെ ഒരു ഷാർപ്പ് ഫീലിംഗ് ആണ്. ആ അലോയും ആ ഒരു പുതിയ പോർക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രൈസ് ലിസ്റ്റ് വെച്ചിട്ടുള്ളൊരു വീഡിയോ. ഈ ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടി നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. ഞാൻ ഡ്യൂക്ക് 350യെ പറ്റി 2 വാക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഡ്യൂക്ക് 350യുടെ കാര്യം ഒക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല ആൾക്കാരും വിചാരിക്കും ഡ്യൂക്ക് 390 നിർത്തിയിട്ടായിരിക്കും. പക്ഷേ ഡ്യൂക്ക് 390 പോലുള്ള ലെജൻഡറി ബൈക്ക് നിർത്തിക്കൊണ്ട് എന്തായാലും ഡ്യൂക്ക് 350 വരാൻ ചാൻസ് ഇല്ല. കാര്യം ആ ഒരു ഡ്യൂക്ക് 390 എന്നൊക്കെ പറഞ്ഞാൽ അത്ര പ്രിസൈസറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടിയാണ്. എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ആ ഡ്യൂക്കിൻ്റെ KTMന്റെ 390യുടെ DNA അങ്ങ് പോകും. അതുകൊണ്ട് ആൾക്കാർക്ക് ഏകദേശം ആ ഒരു ലെവൽ പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, എന്നാൽ ഈ പുതിയ GSTയുടെ നിയമം വലിയ രീതിയിൽ ബാധിക്കാത്ത രീതിയിൽ 350 ഇറക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നൊരു 46 bhp എന്നൊരു 40 bhpയിലോട്ടൊക്കെ എന്തായാലും മാറും. ആ ഒരു 40 bhp ഒക്കെ തന്നെ ഇന്നോഫാണ്. നമ്മൾ ഇന്ത്യൻ റോഡിനൊക്കെ അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ 350 സീരീസിലോട്ട് ആക്കുന്ന സമയത്ത് കുറച്ചും കൂടെ മൈലേജ്, കുറച്ചും കൂടെ റിഫൈൻമെൻറ്റ് ഒക്കെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ നല്ലൊരു പ്രൈസ് ഡിഫറൻസും എന്തായാലും വരും. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഈ മാസം അവസാനം എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ഡ്യൂക്ക് 390 ഒരു പ്രീമിയം കാറ്റഗറിയിലോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്തായാലും വില കൂടാനായിട്ട് പോവുകയാണ്. 40,000-40,000 രൂപ അടുത്ത് റേറ്റ് കൂടിയിട്ടില്ലേ ബ്രോ? കൂടിയിട്ടുണ്ട്. അപ്പം ഒരു പ്രീമിയം കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് ഡ്യൂക്ക് 390 പോകാം. എന്നാൽ അത്രയും പൈസ കൊടുത്തെടുക്കാൻ പറ്റാത്തൊരു വ്യക്തിക്ക് എന്നുള്ള നിലയ്ക്ക് ഡ്യൂക്ക് 350യും സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതെന്തായാലും ഉടൻ തന്നെ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം.